നിന്റെ ബഹുമാനം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? ബഹുമാനം തരേണ്ടത് എന്റെ കടമയാണ്. അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ അറിയുന്ന പോലെ മാനസെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കണ്ടോ, ദേവം പോയി മോനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നിവിടെ പലതും നടക്കുവാ ചേട്ടാ. സുല്ലേ, നീ മാനസയെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ മാനസയാ തീരുമാനിക്കേണ്ടത് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. മതി, മാനസ തീരുമാനിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ തീരുമാനം ഞാൻ എത്ര തവണ സുനിലോട് പറഞ്ഞു. എന്താ മാനസ, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുന്നത്? നിന്റെ പേരില് ഈ വീട് ഇഷ്ടദാനം തന്നോണ്ടാണോ? എന്നാ നമുക്കിത് വേണ്ട, തിരികെ എഴുതി കൊടുത്തേക്ക്. ആവശ്യത്തിനുള്ള സ്വത്ത് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാൻ മനസ്സാ. അല്ലാതെ നീയും നമ്മുടെ കുഞ്ഞും വെറുതെ ഇവിടെ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സുനിൽ ഇനി എങ്ങനെയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ വരില്ല. ദേ, വെറുതെ സുനിലിന്റെ കുഞ്ഞാണെന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട.